അപ്പോൾ ഈ ക്രിസ്റ്റി എന്ന ക്യാരക്ടർ ചെയ്തപ്പോൾ ഏറ്റവും ഇഷ്ടം തോന്നി ചെയ്ത ഒരു ക്യാരക്ടർ കാണുമല്ലോ, അല്ലെങ്കിൽ ഞാനിത് നന്നായിട്ട് ചെയ്തു എന്നൊരു, ആ മൂവിയിലെ എല്ലാം അടിപൊളി സീനാണ്, എന്നാലും സ്വന്തമായിട്ട് വാവ് എന്ന് തോന്നിയ ഒരു സീനുണ്ട്. മറ്റേ ആ ഗ്രേവിയാർഡിലുള്ളൊരു സീനില്ലേ, ആ മറ്റേ ഒരു മോച്ചറി ഫൈറ്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഗ്യാങ് എല്ലാവരും ഗ്രേവിയാർഡിൽ പോയിട്ട് മറ്റേ എൻ്റെ ഗേൾഫ്രണ്ട് മരിച്ചു അതിന് സങ്കടത്തിലാണ് മൂവി അങ്ങനത്തെ മനസ്സിലായില്ലേ? ആ സീനാണ് ഞങ്ങൾക്ക്, എനിക്ക് മാത്രമല്ല ഞങ്ങൾക്ക് ഗ്യാങ്ങിന് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സീനാണ്. കാരണം അതിൽ ഞങ്ങൾക്കൊരു ഫ്രീ സ്പേസ് തന്നെ. ആ സീൻ തൊട്ടാണ് കത്താൻ തുടങ്ങിയത് നിങ്ങള്, അതുവരെ സൈലന്റ് ആയിരുന്നു. ആ സീൻ തൊട്ട് നമ്മൾ പ്രതീക്ഷിച്ചില്ല ആ ഒരു ടൈമില് അങ്ങനെ ആയിരിക്കും സംഭവിക്കുന്നത്. അപ്പൊ അത് ഫൈറ്റിങ്ങും. അപ്പൊ ഈ ഫൈറ്റിംഗ് ചെയ്ത സമയത്ത് ടെൻഷൻ ഉണ്ടായിരുന്നു, കാരണം ഓപ്പോസ് നിൽക്കുന്ന ചാക്കോച്ചനാണ്, അപ്പം വലിയൊരു നടനാണ്. അപ്പം പുള്ളിയോട് ഇങ്ങനെ ആക്ട് ചെയ്യുമ്പോൾ ടെൻഷൻ ഒന്നും ഇല്ലായിരുന്നു? ടെൻഷൻ ഇൻ ദ സെൻസ് അദ്ദേഹത്തിനൊന്നും പറ്റരുതെന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. കാരണം ചാക്കോച്ചൻ എന്തെങ്കിലും പറ്റി പിന്നെ പടം നിന്ന് പോലും എനിക്ക് മാത്രം. ഈ ഫൈറ്റിംഗ് റിയൽ ആയിട്ട് ചെയ്യുന്നതാണോ? ആ കുറെയൊക്കെ റിയൽ എന്ന് പറഞ്ഞാൽ ഈ ചെറിയൊരു കോണ്ടാക്ട് വേണം, ഒരു കൊടുക്കൽ വാങ്ങൽ ഉണ്ടായിരുന്നു. എഡിറ്റിംഗിൽ ഓഫ് കോഴ്സ് അമ്മൻ്റെ ഒരു ബ്രില്യൻസ് അതിൽ എന്തായാലും ഉണ്ട്. എഡിറ്റിംഗും സൗണ്ട് ഡിസൈനും അതിൻ്റെ കൊറിയോഗ്രഫിയും ഒക്കെ ഒരുമിച്ച് വരുമ്പോഴാണ് ആ ഒരു ഇമ്പാക്ട് ഉണ്ടാവുന്നത്. പക്ഷേ ചാക്കോച്ചൻ വാസ് ആൻ അബ്സല്യൂട്ട് സ്വീറ്റ് ആർട്ട്. പുള്ളിക്കാരൻ നിങ്ങളിങ്ങനെ ടെൻഷൻ, ഞാൻ മാത്രമല്ല ബാക്കി എല്ലാവർക്കും ആ ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പം നിങ്ങളിങ്ങനെ ടെൻഷൻ എടുത്ത് ചെയ്താൽ ചിലപ്പോൾ നമുക്കൊരു 10 ടേക്ക് പോകേണ്ടി വരും മര്യാദയ്ക്ക് ചെയ്തില്ലെങ്കിൽ. പക്ഷെ ഒരു തവണ മര്യാദയ്ക്ക് ചെയ്താൽ അതോടെ നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോവാം എന്നുള്ള ഒരു ഐഡിയയിലേക്ക് നമ്മളെല്ലാവരും എത്തി. അപ്പൊ പിന്നെ അതിനുശേഷം എല്ലാവർക്കും നല്ല പണി കിട്ടും. ടേക്ക് പോയിട്ടുണ്ടോ അങ്ങനെ? ഫൈറ്റിലല്ല അല്ലാതെ എന്തെങ്കിലും സീനില്? പിന്നെ ഇഷ്ടംപോലെ ടേക്സ് പോയിട്ടുണ്ട്. എസ്പെഷ്യലി ആ മറ്റേ ഇന്റർവെൽ സീനില്, നമ്മൾ മറ്റേ ഇന്റർവെൽ സീനില് ആ സീനില് കുറച്ച് അധികം നമ്മൾ ടേക്ക് പോയി. ആ വീട്ടിലെ ഞങ്ങളെല്ലാവരും വിളിക്കുന്ന ചാത്തൻ വീടെന്നാണ്. കാരണം അവിടെ ഷൂട്ട് ചെയ്ത് തീരുണ്ടായിരുന്നില്ല. കുറേ തവണ വീണ്ടും പോയി ഒരു 5-6 ദിവസം ഷൂട്ട് ചെയ്യണ്ടെന്ന്. ആ വീട്ടിൽ എന്തോ പ്രശ്നമുണ്ട് ആ വീട്ടില്. ക്യാപ്ഷൻ കൊടുത്തു. ഓക്കെ, അപ്പോ ഈ ചാക്കോച്ചൻ എങ്ങനെയാ ലൊക്കേഷനില്? ഒരു ഇത്രയും വലിയൊരു സ്റ്റാർ ആവാൻ, ഒരു സൂപ്പർ സ്റ്റാർ ആണല്ലോ. ഒരു നാച്ചുറൽ ചാമാണ്, ഒരു നാച്ചുറൽ ഈസ് ആണ്. ജാടയൊന്നും ഇല്ലാത്തെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ ഒത്തിരി വീഡിയോസ് കാണുന്നതാണ് ഓരോ ചാനലിൽ ഇപ്പൊ പോയി എടുക്കുന്നത്. പുള്ളി ഭയങ്കര ഫ്രണ്ട്ലി ആണ്, ഭയങ്കര വെൽക്കമിങ് ആണ്. നമ്മളെയൊക്കെ ഭയങ്കര കംഫർട്ടബിൾ ആക്കി. നേരത്തെ ഫൈറ്റ് സീൻ മാത്രമല്ല, അല്ലാത്ത സീൻസിലും നമുക്ക് പെർഫോം ചെയ്യണമെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് നമുക്ക് കിട്ടണമല്ലോ, എസ്പെഷ്യലി ഒരു വലിയൊരു സ്റ്റാറിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ ആ രീതിയിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും പുള്ളി ഭയങ്കര രീതിയിൽ നമുക്ക് കോൺഫിഡൻസ് ഉണ്ട്. ഇപ്പൊ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം ഉണ്ട് ആ മൂവിയിൽ, 2 കയ്യിലും നെയിൽ പോളിഷ്. ഞാൻ ഫസ്റ്റ് വിചാരിച്ച് അതെന്തുവാ, സാധാരണ നമ്മൾ ഒത്തിരി വില്ലന്മാരെയും കണ്ടിട്ടുണ്ട്, ഓക്കെ ഇതൊരു ഫ്രീക്ക് പോയാണ്, അപ്പോഴത്തേക്ക് കയ്യിൽ ബ്ലാക്ക് കളർ നെയിൽ പോളിഷ് ഒക്കെ ഇട്ട്. അതെങ്ങനെ ലൊക്കേഷൻ ടാറ്റു ഒക്കെ ഇറ്റ്സ് നോർമൽ. ഈ നെയിൽ പോളിഷ് ഒക്കെ ഞാൻ നോക്കിയപ്പോ ഇതെങ്ങനെ ഇട്ട് വീട്ടിൽ തിരിച്ചു പോയി. നെയിൽ പോളിഷ് ഒക്കെ ഇട്ട് മുഖത്ത് എന്തോ സ്റ്റാറും എഴുതി വെച്ചൊരു വീട്ടിലേക്ക് കയറി വന്നു. ഈ നെയിൽ പോളിഷ് ഇടണം എന്ന് പറഞ്ഞപ്പോ അത് ഓക്കെ സെറ്റ് എന്ന് പറഞ്ഞു ഇടാന്നൊക്കെ. ഭയങ്കര ഇഷ്ടം നെയിൽ പോളിഷ് ഇങ്ങനത്തെ കുറച്ച് ഡിഫറെന്റ് ആയിട്ട്. അത് ഞാൻ ഫസ്റ്റ് ടൈമല്ലേ അങ്ങനെയൊക്കെ ഇടുന്നത്, ഈ നെയിൽ പോളിഷ് ഒക്കെ ഒരു മൂവിലൊക്കെ അഭിനയിക്കും. അത് എല്ലാ സീനിലും ഉണ്ട്. എല്ലാ സീനിലും ആ ബ്ലാക്ക് നെയിൽ പോളിഷും ബ്ലാക്ക് ഡ്രസ്സും ആ ഒരു ഇതൊക്കെ ഉണ്ട്. ഞാൻ വിചാരിച്ചു എന്താ സംഭവം. എസ്പെഷ്യലി ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് ആകുമ്പോൾ പകുതി പണി അതിന്റെ ലുക്കും അതിന്റെ ആ ഒരു അപ്പിയറൻസിലാണ്. പണ്ടൊക്കെ ആമ്പിളർ നെയിൽ പോളിഷ് ഇട്ടാ വേറെ, ഇപ്പൊ ട്രെൻഡാ ലോകമൊക്കെ മാറി. മറ്റേ എന്താ ജെൻഡർ ഫ്ലൂയിഡ് എന്നുള്ള സാധനമാണല്ലോ ഇപ്പത്തെ മോസ്റ്റ്. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഇതുപോലെ ഷോസിൽ മോഡലിംഗ് ഒക്കെ ഇറങ്ങുമ്പോൾ നെയിൽ പോളിഷ് അതൊക്കെ കണ്ടോ, നെയിൽ പോളിഷ് ഒക്കെ ഇടും, നീക്ക് എന്തോ പറയുന്നേന്നൊക്കെ. കാരണം മൂവിയിൽ വരെ ഇങ്ങനെ. അപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നു ആ ഒരു ഔട്ട്ഫിറ്റിന്. നമ്മളിങ്ങനെ നോക്കി പോകും എന്താണ് സംഭവം. ഇട്ടപ്പോ എങ്ങനെയുണ്ട്, കൊള്ളാവോ? പെട്ടെന്ന് പോകത്തില്ല, കഴിക്കുമ്പോ ഇതൊക്കെ വായി പോകുന്നത്. അങ്ങനത്തെ ഒരു ചെറിയ പ്രശ്നമുണ്ട്, എനിക്കറിയില്ല. ഈ റൈറ്റ് ഹാൻഡ് ആരും നെയിൽ പോളിഷ് ഇടത്തില്ലല്ലോ. ഞാൻ ഇടത്തില്ല, ചില നെയിൽസ് ഒക്കെ ഇടും. എനിക്ക് ഇറിറ്റേഷൻ ആണ് നെയിൽസ്. ഞാൻ വളർന്നു ഫുഡൊക്കെ കഴിക്കുന്നു. അതെ, ചെറിയ കഷ്ണമൊക്കെ ഫുഡിൽ കാണും. ഉള്ളിലോട്ട് പോയ ഭയങ്കര പോയിസൺ ആണ്. എന്തൊക്കെ വലിച്ചു അപ്പൊ എന്തൊക്കെ വലിച്ചു കയറ്റുന്നു. അപ്പോ ഇനി ബാക്കി ഒരു ഗ്യാങ് ഉണ്ട് നിങ്ങൾ. ഇപ്പൊ മെയിൻ വില്ലൻ ചേട്ടനാണെങ്കിലും ബാക്കി ഉള്ള ആൾക്കാരുടെ ഇതും കൂടെ ഉണ്ട് അതിൽ. അപ്പൊ അതെങ്ങനെയായിരുന്നു? അവർക്ക് ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു എന്നൊക്കെയാണ് ഞാൻ കേട്ടത്. സെറ്റിലായാലും പുറത്ത് പോകുമ്പോഴായാലും നിങ്ങൾ ഭയങ്കര, അതെങ്ങനെയായിരുന്നു നിങ്ങളുടെ ആ ഒരു
ഐ തിങ്ക് ആഫ്റ്റർ മൈ ഫസ്റ്റ് ഫിലിം അതിലും ഇങ്ങനത്തെ ഒരു Gang ഗ്യാങ് ഉണ്ടായിരുന്നല്ലോ. അതിനുശേഷം ഇതിലാണ് പിന്നെ അങ്ങനത്തെ ഒരു എന്താ പറയുക ഒരു ഗ്യാങ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫ്രണ്ട്സിനെ ഒരു സിനിമയിൽ നിന്ന് കിട്ടുന്നത്. സിനിമയിൽ അങ്ങനെ ജെന്യുവൻ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ കുറച്ച് പാടാണ്. റൈറ്റ്, കാരണം എല്ലാവർക്കും ഒരു കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ് ഉണ്ട്. യുനോ ഇറ്റ്സ് ഡിഫിക്കൾട്ട്. പക്ഷെ ഇതിൽ അങ്ങനത്തെ ഒരു ഇതുണ്ടായിരുന്നില്ല. ബ്രില്യൻറ്റ് ആക്ടേഴ്സാണ് എല്ലാവരും. വിഷ്ണുവിനെ നേരത്തെ കണ്ടിട്ടുണ്ടാവും, മൻവേഷപ്പിൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ബാക്കി 2 ഗേൾസ് ന്യൂ ഫേസ് അല്ലേ? ബാക്കി രണ്ടുപേരും പുതിയ പക്ഷേ ആൾക്കാരാണ്. എന്റെ ഒരു രക്ഷയില്ലല്ലോ. ഞാൻ ഇങ്ങനെ പറയും ചെയ്ത് ഇത് ഇപ്പോഴൊരു പെണ്ണ് തന്നെയാണ്, നമ്മൾ ഇങ്ങനെ ചോദിക്കും ഇപ്പോഴൊരു പെണ്ണ് തന്നെയാണോ, കാരണം കഞ്ചാവ് വിളിക്കുന്നില്ല, അത് മൂവി കണ്ടവർക്ക് മനസ്സിലാവും എന്താണ് റീസൺ എന്ന്. അപ്പൊ നമ്മൾ ചോദിക്കും ഇത് ഇപ്പോഴൊരു പെണ്ണ് തന്നെ, എന്നിട്ട് അവക്കൊക്കെ നീ പറ്റും അങ്ങനെ തന്നെ വേണം അങ്ങനെ തന്നെ വേണം, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ്. പക്ഷെ ഇതുപോലെയൊക്കെ ഒരു ക്യാരക്ടർ ആക്ടേഴ്സാണ്. ഇപ്പൊ വിഷ്ണു, അമിത്, ലയ, ഐശ്വര്യ ഗംഭീര ആക്ടേഴ്സ് ആണ് എല്ലാവരും. അപ്പൊ ഇനിയും ഉറപ്പായിട്ട് അവർക്ക് നല്ല റോൾസ് എന്തായാലും. ഫോൺ എടുത്താ ഇപ്പൊ നിങ്ങളെ ഉള്ളൂ, ഏത് ചാനലിൽ എടുത്താലും ഇപ്പം എല്ലാത്തിലും റീൽസ് ഇങ്ങനെ ഫുള്ള് നിങ്ങൾ യൂട്യൂബ് എടുത്താലും എല്ലാം നിങ്ങൾ. ഐശ്വര്യക്ക് ഇപ്പൊ ഭയങ്കര ഫാൻസ് ആണ്. മലയാളികളുടെ ഐശ്വര്യ റായ്, മോണാലിസ എന്നൊക്കെയാണ് വിളിക്കുന്നത്. ഐസ് സ്ട്രൈക്കിംഗ് ഫീച്ചേഴ്സ് ആണ്. അപ്പോ നിങ്ങള് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് മേക്ക് ചെയ്തിട്ട് അതിലുള്ളതും പുറത്തിറങ്ങിയപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നല്ലോ, ഇപ്പോഴും കോണ്ടാക്ട് ഒക്കെ ഉണ്ട്. ഇന്നലെ വരെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. പിന്നെ വൈകുന്നേരം എല്ലാവരും ഇവിടുന്ന് പിരിയാണ്. അതിന്റെ സങ്കടം ഉണ്ടല്ലോ അവർക്ക്. പിന്നെ വൈകുന്നേരം എല്ലാവരും എവിടെയെങ്കിലും നമുക്കൊന്ന് കൂടണം, ഒന്ന് ഒരു ലാസ്റ്റ് ഒരു സെഷൻ വെക്കണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് എല്ലാവരും. അപ്പൊ ആ ഒരു സങ്കടം ഉണ്ടല്ലോ. ഓക്കെ, കുപ്പി എന്നുള്ള ക്യാരക്ടറിൽ നിന്ന് പെട്ടെന്ന് എല്ലാവരും കുപ്പി കുപ്പി കുപ്പിന്നേ ഓർമ്മ വരത്തുള്ളൂ. അപ്പൊ അതിൽ നിന്ന് പെട്ടെന്ന് ഈ ക്രിസ്റ്റിയിലോട്ട് വന്ന സമയത്ത് എങ്ങനെയായിരുന്നു ആൾക്കാരുടെ റെസ്പോണ്ട്? അടിപൊളിയായിരുന്നു, നമ്മൾ പ്രതീക്ഷിച്ചില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞു. അതൊക്കെ തന്നെ ഐ തിങ്ക് അതിന്റെ ഒരു ഈ ക്യാരക്ടറിന് കിട്ടിയ സക്സസിന് ഒരു പകുതി റീസണും അതായിരുന്നു. കാരണം ആ ഒരു ഷോക്ക് വാല്യൂ. അതെ അതെ. അപ്പൊ അത് ഭയങ്കര ഒരു ഇത് തന്നെയായിട്ടാണ് ആൾക്കാർ പറയുന്നത്. ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചില്ലടാ, നിന്നെ കൊണ്ട് ഇതൊക്കെ പറ്റും എന്നുള്ള ഒരു സാധനം. അപ്പൊ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം. അപ്പം ചേട്ടൻ അത് പ്രൂവ് ചെയ്തിട്ടുണ്ട്, ഒരു ഫണ്ണി ക്യാരക്ടർ മാത്രമല്ല ഒരു നടന് ചെയ്യാൻ പറ്റുന്നത്. ഒരു ഫണ്ണി ക്യാരക്ടർ ഇതെല്ലാം വിചാരിക്കും അതായിരിക്കും, പക്ഷെ അല്ല, അതിന്റെ അകത്ത് വേറൊരു നടൻ കൂടി ഉണ്ട് എന്ന് ചേട്ടൻ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതെ, കുറേ വർഷങ്ങളുടെ ആഗ്രഹമായിരുന്നു അത് മലയാളത്തിൽ അത് ചെയ്യാൻ. എല്ലാവർക്കും നായകനാവണമെന്നൊക്കെ ഇല്ലേ ആഗ്രഹം, ഇത് വില്ലൻ ആവണമെന്നായിരുന്നു. അല്ലല്ല, വില്ലൻ ആവണമെന്നല്ല. പക്ഷെ ഈ നേരത്തെ പറഞ്ഞ പോയിന്റ് ഉണ്ടല്ലോ, ആസ് എൻ ആക്ടർ നമ്മളെ കൊണ്ട് വേറെ കാര്യങ്ങളും ചെയ്യാൻ പറ്റും എന്നുള്ള ആ ഒരു കാര്യം പ്രൂവ് ചെയ്യാന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം.